ലീഗ് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് തത്സമയം. സർക്കാർ ഞങ്ങളെ ഒരു പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം. ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സെക്രട്ടേറിയറ്റ് പോയത് ഈ ഒരു കാര്യത്തിന് റവന്യൂ മിനിസ്റ്റർ ഓഫീസിൽ വരെ ഞങ്ങൾ ഡെലിഗേഷൻ പോയി. അപ്പോൾ പിന്നെ അടുത്ത് തന്നെ ശരിയാക്കി തരാം എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ കാലതാമസം വരികയാണ്. ഇനി കാലതാമസം ഈ അവിടുത്തെ ഈ വിക്ടിംസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത അസഹനീയമായ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിലേ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ടാണ് ഞങ്ങളെ സ്വന്തം പരിപാടിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനമെടുത്തത്. ഇതിൻ്റെ ഇടയിൽ വല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടാകുകയും അത് പരിഗണിക്കും. അഭിപ്രായമൊന്നും ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. വ്യത്യസ്ത അഭിപ്രായമൊന്നും ഇല്ല എന്നാണ് എൻ്റെ നമുക്ക് അതിനിപ്പോൾ ഒരു കുറേ ദിവസമായല്ലോ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിപ്പോൾ ഗവൺമെൻറ് പിന്നെ കമ്മീഷണർ വെച്ചിരിക്കുകയാണല്ലോ. ഇനി അതൊക്കെ വരട്ടെ എന്നിട്ട് പറയാം. നിങ്ങളെ ഈ എത്ര ദിവസം നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരണം. കോൺട്രവേഴ്സിക്ക് ഒരു വിഷയമില്ലെങ്കിൽ ഉടനെ ഇത് ചോദിക്കും. ഇപ്പം ഇത് മറുപടി അറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അധികം വ്യക്തമായിട്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു സമന്വയം ഉണ്ടാക്കി ആ പ്രശ്നം പരിഹരിക്കണം, അതിന് സർക്കാർ മുൻകൈ എടുക്കണം എന്ന് പറഞ്ഞാൽ അത് അപ്രോപ്രിയേറ്റ് ടൈമിൽ ഇനി അത് സംബന്ധിച്ചൊരു ചർച്ച ഉണ്ടാകുമ്പോഴേ പറയേണ്ടതുള്ളൂ. അനുദിനം പത്രക്കാർ ഈ സമയം ചോദിക്കുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനും ചോദിക്കാം. അത് ഞാൻ പറയാം, ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു പ്രമേയം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ വ്യക്തമായ പ്രമേയം വളരെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. അതിൻ്റെ അപ്പുറം ആ വിഷയത്തെ വെച്ച് സമൂഹത്തിൽ സിദ്ധത ഉണ്ടാക്കുന്ന കോൺട്രവേഴ്സിക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വളരെ ക്ലാരിറ്റി ഉള്ളതാണ്. കുടിയൊഴിപ്പിക്കാൻ പാടില്ല. കുടിയൊഴിപ്പിക്കാതിരിക്കാനുള്ള പിന്നെ കാര്യങ്ങൾ നിയമപരമായും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യൽ, വസ്തുതപരം നോക്കി ചെയ്യൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ്. അതിന് സാധിക്കും എന്നുള്ളതുകൊണ്ടാണല്ലോ അതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞാണ്, അത് ക്ലിയറായിട്ട് പറഞ്ഞതാണ്. അതിനെ സംബന്ധിച്ച് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സംഘടനകളൊക്കെ വിളിച്ചു കൂട്ടി ഒരു തീരുമാനമെടുക്കുകയും അതനുസരിച്ച് ഗവൺമെൻറ്റിനെ അറിയിക്കുകയും അതനുസരിച്ച് ബന്ധപ്പെട്ട ബിഷപ്പ് ഹൗസിലൊക്കെ ചെന്ന് ചർച്ച നടത്തുകയും ഒരു സമന്വയം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ മുന്നോട്ട് പോകണ്ടേ. നമ്മൾ സമൂഹത്തിലധികം ഇത് ചർച്ച ചെയ്ത് ഛിദ്രത ഇനി ഉണ്ടാക്കണ്ട. അതാണ് ആ പ്രമേയത്തിൻ്റെ സ്പിരിറ്റ്. വേറെ എന്തെങ്കിലും ചോദിക്കുക. ഇല്ല, അത് സംബന്ധിച്ച് ഇനി കൂടുതൽ മറുപടി ഇല്ല. മറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിലുണ്ടല്ലോ. നിങ്ങൾക്ക് മലയാളത്തിൽ നമ്മൾ നല്ല അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, അത് വായിച്ചാൽ മനസ്സിലാവുമല്ലോ. അതിനൊന്നും മറുപടി ചോദ്യത്തിനും പ്രസക്തിയില്ല, മറുപടിയോട്ട് അർഹിക്കുന്നുമില്ല. ഇനി അത് സംബന്ധിച്ച് മറുപടി ഇല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചോദിച്ചോണ്ട് വേറെ എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിക്കുക. ഞങ്ങളെ കമ്മിറ്റി പക്ഷേ ഇതുവരെ ആ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കാന്ന് മാത്രമല്ല, ഇന്നലെ വളരെ വളരെയധികം ചർച്ച ചെയ്തതിന് ശേഷം ഒരു സുപ്രധാനമായ വർക്കിംഗ് കമ്മിറ്റിയിൽ ഞങ്ങളെടുത്ത പ്രമേയത്തിൻ്റെ കോപ്പിയാണ് നിങ്ങളെ കയ്യിലുള്ളത്. അതിനെ മുഴുവൻ അണ്ടർമൈൻ ചെയ്യാൻ വേണ്ടി കോൺട്രവേഴ്സിയലായ ക്വസ്റ്റ്യൻസ് വെറുതെ ചോദിച്ചാൽ അതിനൊന്നും ഞാൻ മറുപടി ഇന്ന് പറയില്ല. നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്കും മനസ്സിലാവും.
അപ്പോൾ അതുകൊണ്ട് മനസ്സിലാവായിട്ട് ചോദിക്കുന്നതല്ല, എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ മറുപടി പറയില്ല. ഇല്ല, ആ വിഷയം അല്ലാതെ കേരളത്തിൽ അനവധി രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്, മറ്റ് നിരവധി പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇതാണ് വേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് അതാണ് വേണ്ടാത്തത്. അതുകൊണ്ട് മറുപടി പറയുന്നില്ല. ചോദിക്കാനുള്ള എല്ലാ അവകാശവും ഒരു മിനിറ്റ് ചോദിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. മറുപടി പറയാതിരിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഫുൾ സ്റ്റോപ്പ്. വേറെ എന്തെങ്കിലും ചോദിക്കാം, സബ്ജക്റ്റ് ഒന്ന് മാറ്റിയാൽ ഞാൻ മറുപടി പറയാം. നിങ്ങൾ ഞാൻ പറയുന്നത് ഇതൊന്നും മറുപടി പറയില്ല. ഇതിനൊന്നും അര പോസിറ്റീവും ഇല്ല. കോൺട്രവേഴ്സിക്ക് വേണ്ടി മാത്രം ചോദിക്കുന്നതാണ്, അതിന് മറുപടി ഇല്ല. അതായാലും വലിയ കോൺട്രവേഴ്സിക്ക് വേണ്ടി ചോദിക്കുന്നതാണ്. ഇതിന് ഇത്തരം വാർത്തകളിൽ മാത്രമേ നിങ്ങൾക്ക് താല്പര്യമുള്ളൂ എന്നുള്ളത് എൻ്റെ പ്രോബ്ലം അല്ല, അത് നിങ്ങളുടെ പ്രോബ്ലം. എന്ത് ചോദിച്ചാലും അതിന് മറുപടി ഞാൻ പറയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എന്താണെന്ന് മനസ്സിലായി. അതായത് എനിക്ക് ആവശ്യമില്ലാത്ത സാധനം അതാണ്, അതുകൊണ്ട് അതിന് മറുപടി ഇല്ല. ഗൗരവമുള്ള പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ വല്ലതുകൊണ്ട് ചോദിക്കാൻ പറയാം. വഖഫ് ഭേദഗതി ബില്ലിൽ പാർലമെൻറ്റിൽ ഞങ്ങളുടെ മെമ്പർമാർ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാരണം ഈ പാർലമെൻറ്റിൽ ഈ സമ്മേളനത്തിൽ അത് പാസ്സാവും. ലീഗ് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതിൽ മുനമ്പം വിഷയത്തിൽ രമ്യമായി സർക്കാർ പരിഹാരം കാണണം എന്നുള്ളതാണ്. വഖഫ് ഭൂമിയാണോ എന്നുള്ള ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ഇപ്പോൾ മറുപടി പറയുന്നില്ല, വിവാദത്തിന് താല്പര്യമില്ല എന്നതായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി. ഒപ്പം തന്നെ സമസ്തയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും മറുപടി പറയാനില്ല എന്നതാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട്.